പൊതുസമൂഹത്തോട് എന്ത് ഉത്തരം പറയും? ഒരു കത്ത് കേവലം അങ്ങോട്ട് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് വലിയ യുദ്ധം ഉണ്ടാക്കിയിട്ട് പിന്നെ പിന്മാറിയില്ലെന്നും കുഴപ്പമില്ല എന്ന് പറയാൻ CPIക്ക് കഴിയില്ല. അപ്പൊ CPIയുടെ അസ്തിത്വത്തിന്റെ പ്രശ്നമുണ്ട്. അതേസമയം ഒപ്പിട്ട് പോയ കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPMനും കഴിയുകയില്ല. ഈ ഗ്യാപ്പ് നോക്കി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ പണമൊക്കെ കൊടുക്കും, പല ഗഡുക്കളും ഒന്നിച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വളരെ വലിയ സംഘർഷത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. CPI മന്ത്രിമാർ രാജിവെച്ചതിന് ശേഷം പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ CPM അത് അംഗീകരിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗീകരിക്കുമോ? അവർ അത് അംഗീകരിച്ചാലും അണികൾ അംഗീകരിക്കുമോ? അണികൾ പരസ്പരം പാരവയ്ക്കുമോ? ഈ ഗ്യാപ്പ് കോൺഗ്രസിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശബരിമല അയ്യപ്പനിൽ തുടങ്ങി, അയ്യപ്പ സംഗമം നടത്തിയപ്പോഴേ തുടങ്ങിയതാണ് ഈ കുഴപ്പം. അയ്യപ്പ സംഗമമൊക്കെ അങ്ങ് പോയി, വിശ്വാസ സംഗമമൊക്കെ പോയി, ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അകത്തായതോടുകൂടി അത് വേറൊരു വഴിക്ക് പോയപ്പോൾ ഒരു കിറാമുട്ടി PM ശ്രീയുടെ പേരിൽ ഗവൺമെന്റിന്റെ മുന്നിൽ അങ്ങനെ എല്ലാവരെയും നോക്കി പല്ലുളിക്കുകയാണ്.